ഇപ്പൊ പെൺപുലികൾക്കൊപ്പമാണുള്ളത്. ഇത് എന്ത് രസാന്ന് നോക്കുക, അവരിങ്ങനെ പുലിവേഷം കെട്ടി നിൽക്കുന്നത് കാണാൻ. അവരുടെ ചിരി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. ഇനി ഇവർ ഈ വേഷമൊക്കെ പൂർണ്ണമായിട്ടിട്ട് നഗരത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും ആൺപുലികൾക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ പെൺപുലികൾ. 9 പെൺപുലികളാണ് ഇവിടെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി എത്ര വർഷമായി? ഞാൻ ഫസ്റ്റ് ടൈം അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇത്തവണ പുലിവേഷം കെട്ടാന്ന് തീരുമാനിച്ചത്? പ്രാവശ്യം വിചാരിക്കാറുണ്ട്, പക്ഷെ ഇത്ര സാധിക്കുന്ന അറിയണ്ടായിരുന്നില്ല. ഒന്ന് കെട്ടി നോക്കാൻ തോന്നി. പാടാണോ ഇത്? വലിയ കുഴപ്പമില്ല, വിചാരിച്ചത്ര പ്രശ്നമൊന്നായിട്ട് തോന്നണില്ല. ഇനി വൈകുന്നോറും എങ്ങനെയാന്ന് അറിയില്ല. സ്റ്റെപ്പൊക്കെ പഠിച്ചു, അതാണല്ലോ ഹൈലൈറ്റ്. സ്റ്റെപ്പ് ഏതാണ്ട് അറിയാം. കൊറേ കാലങ്ങളായിട്ട് പുലിക്കളി കാണാറുണ്ടല്ലോ. തന്നെയാണ് വീട് പുന്നീർക്കുളത്താണ്, കല്യാണം കഴിച്ചു കൊടുന്ന വീടാണ്. ഇവിടെയാണ്. അപ്പോ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ രാവിലെ വന്നപ്പോ ഇവരിങ്ങനെ റെഡി ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് ആയപ്പോ എന്ത് രസാ ഇവരെ കാണാൻ. ചേച്ചി അവിടെ ഈ ചേച്ചിയുടെ ചിരി കാണുമ്പോ തന്നെ നമുക്ക് സന്തോഷം തോന്നും. ഇവിടെ പുലിക്കളി കാണാൻ വന്നതിനൊക്കെ വളരെ സന്തോഷം തോന്നും. ചേച്ചി എന്താ പേര്? അനിത ബാബുരാജ്. അന്തിക്കാടാണ് സ്ഥലം. ചേച്ചി ആദ്യമായിട്ടാണോ അതോ ഇതിന് മുൻപും? വേഷം കിട്ടിയത് ആദ്യമായിട്ടാണ്. പക്ഷെ കഴിഞ്ഞ 2015 മുതൽ വേഷം കെട്ടിച്ചു വന്നിരുന്ന ആളുകളാണ് ഞങ്ങള്. വിങ്സ് കേരള അണ്ടറിൽ ഞങ്ങള് വിനയ മാമൊക്കെയാണ് ഫസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഞങ്ങള് ഞങ്ങളുടെ ടീമിൽ നിന്ന് എല്ലാ വർഷവും ആൾക്കാരെ ഇതിലേക്ക് വരുത്താറുണ്ട്. നമ്മളാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം ഒന്ന് ചെയ്യണമെന്ന് തോന്നി. കാരണം കഴിഞ്ഞ എൻ്റെ ഒരു 30 വർഷത്തെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഇടയിൽ പഴയ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു 10 വർഷക്കാലം. ഇപ്പൊ ഞാൻ കിലര RP ആയിട്ടും വനിതാ കമ്മീഷന്റെ റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ ഒക്കെ RP ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ കിലയില് ജെൻഡറിന്റെ മാസ്റ്റർ RP ആണ്. അപ്പൊ ആ ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകൾ മാറി വന്നു. അപ്പോഴാണ് സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിലുള്ള ഒരു പ്രാപ്യത, ആക്സെപ്റ്റൻസ്, കൺട്രോള്, ഇതൊക്കെ നമ്മളിങ്ങനെ പ്രസംഗിച്ച് നടന്നാൽ പോരല്ല. അപ്പൊ അത് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു 4 നൂറ്റാണ്ടായിട്ട് കുടുംബശ്രീ സംവിധാനം നിലവിൽ വന്നതോടുകൂടി സ്ത്രീകളൊക്കെ പൊതു ഇടങ്ങളിലേക്ക് വരാനും ഒരുപാട് പ്രവർത്തന മേഖലയിലേക്ക് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ സന്തോഷം, എൻ്റെ ആരോഗ്യം, എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ സന്തോഷിക്കാനും ആർമാദിക്കാനും ഒക്കെ പുറം ലോകം കാണാനും ഒരുപാട് തുടങ്ങി. ഇനി നമ്മുടെ നാട്ടിടങ്ങളിലും അവരങ്ങനെ മനസ്സിൽ താളം പിടിക്കാതെ ഇടവഴികളിലായാലും പബ്ലിക് സ്പേസിലായാലും അവർക്ക് സന്തോഷിക്കാനായിട്ട് ഒരു അവസരം വരുന്ന തലമുറയ്ക്ക് പെട്ടെന്ന് കടന്നു വരാനായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമ്മളിത് ചെയ്തത്. നിങ്ങളെ പോലുള്ളവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ വരുന്ന തലമുറയ്ക്ക് വലിയ പ്രചോദനമായി മാറുന്നതും. പുലിവേഷം കെട്ടുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ആൾക്കാരും ഒന്ന് ചിന്തിക്കും, പെൺകുട്ടികൾ അങ്ങനെ പുലിവേഷം കെട്ടിയാൽ നന്നാവുമോ, എന്താകും, അവരെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ. പക്ഷെ അവരെ കൊണ്ട് പറ്റും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം സ്ത്രീകൾ. ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട് സ്ത്രീകളുടെ പേരിൽ. പ്രത്യേകിച്ച് 45 ലക്ഷം മേലെ പ്രതിനിധാനം ചെയ്യുന്ന കുടുംബശ്രീ അംഗങ്ങൾ ഒരുപാട് അവർ പബ്ലിക് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞു. അതും പബ്ലിക് സ്പേസ് മാത്രമല്ല, സന്തോഷിക്കാനും ജീവിക്കാനും കണക്ക് കൂട്ടലുകളോടെ ജീവിക്കാനൊക്കെ അവർ പഠിച്ചു. ഇനി അവരുടെ സന്തോഷം കൂടി വരണം. കാരണം മെന്റൽ ഹെൽത്ത് ഒരു പ്രധാന ഘടകമാണ്. ശാരീരികമായുള്ള ഒരു ഹെൽത്ത് പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് മെന്റൽ ഹെൽത്ത്. അപ്പൊ ഇങ്ങനെ ഒരു പബ്ലിക് സ്പേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അതെ, അതോടൊപ്പം തന്നെ ഭവ്യ, ഇത് സൂക്ഷ്മതയോടെ ഇവർക്ക് ഈ പെയിന്റ് ചെയ്യുന്നവരെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകും. ഞാൻ വന്ന സമയം മുതൽ നോക്കുകയാണ് ഈ ചേച്ചി എത്ര സൂക്ഷ്മതയോടെയാണ് ഓരോ പുലികൾക്കും ഇങ്ങനെ ഓരോ വരകൾ ഇടുന്നതും ഓരോ ഡിസൈൻ ചെയ്യുന്നതും ഒക്കെ. എന്ത് രസമായിട്ടാണ് ചേച്ചി. ആദ്യമായിട്ടാണോ ഇങ്ങനെ പുലിക്കളിക്ക് വരയ്ക്കുന്നത്? ആദ്യമായിട്ടാണ്. ബേസിക്കലി ടീച്ചറാണ്, പെയിന്റിംഗ് ടീച്ചറാണ്. അപ്പൊ ടീച്ചറിന് ഇത് വലിയ ബുദ്ധിമുട്ടില്ല? ഇല്ല, എന്നാലും വസ്ത്രത്തിന്റെ മുകളിൽ ചെയ്യാന്ന് പറയുന്നതും സ്കിന്നിന്റെ മുകളിൽ ചെയ്യാന്ന് പറയുന്നതും കുറച്ച് പ്രയാസമുണ്ട്. കാരണം 2 ടെക്സ്ചർ വ്യത്യാസമല്ലേ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇങ്ങനെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതില് പങ്കെടുക്കാൻ സാധിക്കുക. അതിന്റെ ഭാഗമാവാൻ പറ്റുക പറയുന്നത് അഭിമാനമാണ്. എവിടുത്തെ ടീച്ചറാണ്? ഞാൻ തൃശ്ശൂർ തന്നെയായിരുന്നു. ഒരു KVയിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്കൂളിലൊക്കെയായിരുന്നു. ഒരു 15 വർഷത്തോളം സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. ഇനി അടുത്ത വർഷം വരും വർഷങ്ങളിലും ഒക്കെ എന്തായാലും വരും അല്ലേ? തീർച്ചയായിട്ടും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഒരു ഹൈലി എക്സൈറ്റഡ് ആയിട്ടാണ് കയറി വന്നത്. പക്ഷെ ഇനി എന്തായാലും വന്നേ പറ്റൂ എന്ന് മനസ്സിലുറപ്പിച്ചു. പുലിക്കുട്ടികളുള്ളത് ധൈര്യം തന്നെയാണ്. പിന്നെ അല്ലാതെ പുലിക്കുട്ടികളല്ലേ, ശരിക്കും ഒരു പുലിമടയിലേക്ക് കയറി വന്ന പ്രതീതിയാ.
അപ്പൊ ഇതിന്റെ ഉള്ളിലും ഒരുപാട് ആൾക്കാരുണ്ട്. 9 പെൺപുലികളാണ് ഈ ദേശത്ത് നിന്ന് പ്രതിനിധീകരിക്കുന്നത്. ഇവരൊക്കെ ഓരോ ഘട്ടങ്ങളിലേക്ക് പൂർത്തിയായവരുണ്ട്, ആകുന്നവരുണ്ട്, ചെയ്തു തുടങ്ങിയവരുണ്ട്. ഹായ്, എന്താ പേര്? ഹരിത. ഇത് ആദ്യമായിട്ടാണോ അതോ അല്ല, സെക്കൻഡ് ടൈമാണ്. second രണ്ടാം time വർഷം. ആണോ? എന്താണ് സന്തോഷാണ്? സന്തോഷം. വീണ്ടും വീണ്ടും ഇത് പുലി വേഷം കെട്ടി ഇവിടെ കളിക്കാൻ ആഗ്രഹം തന്നെയാണല്ലേ? അതെ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു പോയപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു അടുത്ത പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് പോയപ്പോ കൊറേ വിവാദങ്ങളൊക്കെ വന്നു. അപ്പൊ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം ചെയ്യണ്ട. പക്ഷെ ആ ടൈം ആയപ്പോ നമുക്ക് അതിനോട് താല്പര്യം കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഒരു അടിപൊളി നമ്മൾ ആദ്യം നേരം വിഷ്വൽ എടുക്കാൻ നേരത്തൊക്കെ ചേച്ചി ഓരോ സ്റ്റെപ്പ് ഇട്ടേ. സൂപ്പർ ആണല്ലോ ചേച്ചി. ചേച്ചി ഇപ്പൊ എത്ര വർഷമായി ഇത്? ഞാന് 2019 തുടങ്ങിയതാണ്, പിന്നെ നിർത്തിയിട്ടില്ല? നിർത്തിയിട്ടില്ല, ഓട്ടം തന്നെ. ഞങ്ങള് ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഈ ഓണപ്പരിപാടി കഴിഞ്ഞാൽ തന്നെ ഞങ്ങള് പുറത്തേക്ക് കളിക്ക് പോകുമ്പോ മുല്ലയ്ക്ക് ഭഗവതി ക്ഷേത്രത്തിൽ പോയി, ആലപ്പുഴയില്, പിന്നെ വൈക്കത്ത് പോയി, പിന്നെ കോട്ടയം പോയി, അങ്ങനെ ചെമ്പ്, വൈക്കം ചെമ്പില്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങള്, പിന്നെ പേരറിയാത്ത ഒരുപാട് സ്ഥലങ്ങളില്. ഇപ്പൊ പെൺപുലികൾക്ക് വലിയ സ്വീകാര്യതയാണല്ലേ എല്ലായിടത്തും? കിട്ടണം എന്നാണ് പറയണേ. ഞങ്ങള് ഇപ്പൊ കിട്ടിട്ടില്ല. ഞങ്ങൾ ഒരേ പ്രാവശ്യം ഇങ്ങനെ എല്ലാ മടയിലും ചെന്ന് ഇങ്ങനെ ചാൻസ് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ ഇപ്രാവശ്യം 2 പുലികൾക്ക് ചോദിച്ചിട്ട് 7 പുലികൾക്ക് കിട്ടിപ്പോ. അതില് ഞങ്ങള് പാറ്റായി ദേശത്തിനോട് വളരെയധികം നന്ദി പറയാ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. 2019 തുടങ്ങിയാണ്. അതിൽ നിന്നും ഇപ്പൊ വന്ന് നിൽക്കുമ്പോ എന്തൊക്കെ വ്യത്യാസമാണ് ചേച്ചിക്ക് തോന്നുന്നത്? എനിക്കിപ്പോ ഒത്തിരി ശരീരം കുറഞ്ഞു തോന്നുന്നുണ്ട്. ഒത്തിരി ശരീരം, പക്ഷെ ഉഷാറ് കുറഞ്ഞിട്ടില്ല എന്നാണ്. ഈ പെയിന്റിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അതുണ്ട്. ഫസ്റ്റില് ഞാന് മഞ്ഞപ്പുലിയൊക്കെ ഇനി വരച്ചിരുന്ന. ഇപ്പൊ എവിടെ ചെന്നാലും ഈ പച്ചപ്പുലിയോടാണ് ഒരു കമ്പം. അപ്പൊ പച്ചപ്പുലിയാണ് മെയിനായിട്ട് ഞാൻ വരപ്പിക്കുന്നത്. ഇതിന്റെ ഈ സ്റ്റെപ്പൊക്കെ എങ്ങനെയാ പഠിച്ചേ? സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ആശാനാണ് ഇത് വരക്കണേ. എല്ലാവരും ശിഷ്യര് തന്നെയാണ്? എല്ലാവരും സുമാര്. ഇനി എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇറങ്ങാൻ. കപ്പടിക്കോ ഇത്തവണ? അടിക്കണം, അതിനുള്ള പരിശ്രമമാണ്. അടിക്കണം എന്നുള്ള പരിശ്രമത്തിലാണ്. നമുക്ക് ആശാനോട്, ആശാന എത്ര വർഷമായി ഈ ഒരു? ചെറുപ്പം തൊട്ട് തുടങ്ങിയതാണ്. പാരമ്പര്യമായിട്ട്? പാരമ്പര്യമില്ല, നമ്മളായിട്ടാണ്. ആശാനായിട്ടാണ് കളിച്ചും ചിരിച്ചും ഓരോരുത്തരുടെ കൂടെ പോയിട്ടും വേഷം ഇട്ടിട്ടും അങ്ങനെയായതാണ്. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഒരു രസം. എല്ലാ ദിവസവും പണിയെടുക്കണു, നേരം ഇരുട്ടാവണു, നേരം വെളുക്കണു, അതിൽ തന്നെ കാര്യമില്ല. അപ്പൊ നമ്മുടെ ഉള്ള കലകള് പുറത്തേക്ക് വരട്ടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഇത് തന്നെ ഒരുപാട് ദിവസത്തെ ഉറക്കമാണ്. അതെ, ഞങ്ങള് പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. കേരള അങ്ങോളങ്ങളൊക്കെ പോയിട്ട്. ഇത് കൊല്ലത്തിൽ 4 ഓണം വരുമ്പോ ഒരു സന്തോഷം. നമ്മുടെ പരിപാടികള് ഗംഭീരാക്കണം. നമ്മുടെ തൃശ്ശൂരിനെ സംബന്ധിച്ച് പൂരം, പുലിക്കളിയും നമുക്ക് പ്രാധാന്യം. അത് രണ്ടും ഗംഭീരാവണമെന്നാണ് ആഗ്രഹം. കപ്പാർക്ക് കിട്ടുമെന്നല്ല നമുക്ക് പ്രശ്നം, പരിപാടി നന്നാവണം. അതാണ്, അത്രേ ഉള്ളൂ നമ്മുടെ താല്പര്യം. ഇപ്പൊ വേഷം കെട്ടി ഇറങ്ങുന്നില്ല? വേഷം ആദ്യമായിരുന്നു. ഇപ്പൊ ഒക്കെ ഇങ്ങനെ വിളിക്കും. അപ്പൊ അങ്ങനെ ശിഷ്യന്മാരെ ഇറക്കാണ്. ശിഷ്യന്മാര് ഇവർക്കൊക്കെ നമ്മൾ പറ്റണ രീതിയിൽ പറഞ്ഞു കൊടുക്കണു. നമ്മൾ വലിയ ആളൊന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റണ അറിയണ പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. എന്നാലും ഒരുപാട് സന്തോഷം. ഇവിടെ വേറെ ഒരു പുലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണോ ചോദിച്ചത്? അല്ല, 2019 മുതല് വിയൂരില് വേഷമിടുന്നത് ഞാനും താരച്ചേച്ചിയാണ്. ഞങ്ങള് വിങ്സ് എന്നൊരു സംഘടനയുടെ ഒപ്പാണ്. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പൊ ഈ പ്രാവശ്യം വിങ്സിന്റെ 2 പേരാണ്. ഞാനും അനിത എന്ന് പറയുന്നൊരു മേഡം കൂടി ഞങ്ങൾ ഒരുമിച്ച് പോണു. പിന്നെ പുറത്തേക്ക് ഇതുപോലെ പോണുണ്ട്, കളിക്കാൻ പോകുന്നുണ്ട്. ഓരോ വർഷവും തൃശ്ശൂരിൽ പുലികളിയായിട്ട് ഇറങ്ങുമ്പോ ആവേശം കൂടും. ഇപ്പൊ അതിന് ഇപ്പൊ എന്താ പറയാ, ഒരു മാസത്തില് 2-3 പ്രാവശ്യമെങ്കിലും പുറത്തേക്കുള്ള ചാൻസ് കിട്ടും. അപ്പൊ തന്നെ ഇപ്പൊ ഒരു തൊഴിലായി. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല വിശേഷം. പിന്നെ ഈ ഒരു ആഡംബരം എന്ന് പറയില്ലേ, വലിയൊരു ആഡംബരമാണ്. അത് സന്തോഷത്തോടെ നമ്മളെ സ്വീകരിക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല.
തൃശ്ശൂരില് നമുക്ക് മറ്റുള്ളിടത്തേക്കൊക്കെ കിട്ടിയെങ്കിൽ തൃശ്ശൂരിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് നമുക്ക് ഈ ചാൻസ് കിട്ടുന്നത്. അത് പരമാവധി ഇനിയും സ്ത്രീകൾ, അതും നമ്മൾ നാട്ടുപ്രദേശത്തുള്ളവരാണ് വരേണ്ടത്. അവരാണ് ഇപ്പോഴും മടി കാണിക്കുന്നവർ. ഇന്ന് എന്താ ആണെന്നോ പെണ്ണെന്നോ ഭേദഗതി ഇല്ലാണ്ട് ഇപ്പൊ വയറൊക്കെ ഞങ്ങൾ പെയിന്റിംഗ് ആണ്, അല്ലാതെ ഇതൊന്നും ഡ്രസ്സല്ല. ഞങ്ങൾ സ്വകാര്യതകൾ മാത്രം മറച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ പെയിന്റിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല ബുദ്ധിമുട്ടുണ്ട്. വലിച്ചലുണ്ട്, വേദനയുണ്ട്, ചിലപ്പോ തൊലി പോവും, ഒക്കെ ചെയ്യും. പക്ഷെ അഴിക്കുന്നതാണ്. അതിന്റെ വേദന ശരിക്കും അറിയണമെങ്കിൽ ഇത് വേഷം ഇറക്കണ സമയത്ത് മണ്ണെണ്ണയിൽ കുളിപ്പിച്ച് വടിച്ചെടുത്ത് എന്നിട്ട് വേണം, എന്നിട്ട് വെളിച്ചെണ്ണ കുളിപ്പിച്ചിട്ട് വേണം വേഷം ഇടുന്നതിന്റെ ഇരട്ടി സമയം ഇത് വേഷം ഇറക്കാൻ വരും. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ്. അത്രയും ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇതിനും തയ്യാറായിട്ട് വേഷം കിട്ടാണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഞങ്ങൾ കുറേ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഈ വർഷം പുതിയവരുണ്ട്, അവർക്ക് ഇടുമ്പോ ഇളക്കണ സമയത്താണ്, ഈ പെയിന്റ് ഇളക്കണ സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് അറിയും. ചിലവർ പറയും വേണ്ടാന്ന്, പക്ഷെ ഇൻട്രസ്റ്റിന്റെ ഒരു ഇതുകൊണ്ട് മിക്കതും അടുത്ത കൊല്ലം ഞാനും ഉണ്ടെന്ന് പറയാം. ഞങ്ങൾ ഈ കൊല്ലമൊക്കെ പറയും അയ്യോ ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ട മതിയായി എന്ന്. പക്ഷെ ആ സമയം എടുക്കുമ്പോൾ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഗ്രൂപ്പ്, ചാരിറ്റി അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനമുള്ള വിങ്സ് സംഘടനയിൽ തന്നെ നമ്മളൊക്കെ അടുക്കളയിൽ നിന്ന് വന്നവരാ. നമുക്ക് ഇതിൽ നിന്നും ഒരു വല്ലാത്തൊരു വിഷമായിരുന്നു, എങ്ങനെ നമ്മൾ പുറത്തിറങ്ങും, ഇതൊക്കെ ചെയ്യും, കളിക്കാൻ. ആദ്യ വർഷമൊക്കെ ഇറങ്ങിയപ്പോൾ നമുക്കൊരു ചമ്മലോട് കൂടിയിട്ടാണ് നമ്മൾ കളിക്കാനൊക്കെ ഗ്രൗണ്ടിൽ നിന്നത്. പക്ഷെ ഇപ്പൊ ആരുടെ മുന്നിലും എന്ത് സ്റ്റെപ്പ് വേണമെങ്കിലും, കൊട്ടുകാരായാലും ഈ നമുക്ക് പുലിവേഷം അണിയുന്ന ആ ചേട്ടനാണ് നമ്മളെ സ്റ്റെപ്പുകളൊക്കെ പഠിപ്പിച്ചു തന്നത്. അപ്പൊ ആ ഉള്ളൊരു ഇൻട്രസ്റ്റ് മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ട് നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. പെൺപുലികൾ ഉണ്ടെങ്കിൽ വേറൊരു ഭംഗിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പുലിക്കളി എന്ന് പറയുന്നത്. ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എല്ലാവരും നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടണില്ല. പിന്നെ ഉള്ളവർക്ക് ചിലർക്ക് മടി, അതാണ് ഒരു വിഷയം. ബബി, അതാണ് ഇവരെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും സമയമെടുത്ത്, മണിക്കൂറുകളെടുത്ത് ഈ ചായം പുരട്ടി അവർ ഈ വേഷങ്ങളെല്ലാം കെട്ടി നിരത്തിലിറങ്ങി നമ്മളെ സന്തോഷിപ്പിച്ച് നമ്മളെ ആവേശത്തിലാക്കി മടങ്ങിയതിന് ശേഷം പിന്നീട് ഇത് അഴിച്ചു കളയുന്നതിന് വേണ്ടി അവർ അനുഭവിക്കുന്ന വേദന, അത് പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടില്ല. പക്ഷെ അത്ര വേദന സഹിച്ചിട്ട് പോലും അടുത്ത പുലിക്കളിക്ക് വരും, അടുത്ത പുലിക്കളിയുടെ സമയമാകുമ്പോഴും ഒട്ടും മടി കൂടാതെ വീണ്ടും അത് വേഷം കെട്ടി നമ്മളെ ചിരിപ്പിക്കുവാനും അല്ലെങ്കിൽ നമ്മളോടൊപ്പം തുള്ളുവാനും നമ്മളെ സന്തോഷിപ്പിക്കാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ഘടകം തന്നെയാണ്, ഈ പുലിക്കളി തന്നെയാണ്. മലർവാകപ്പൂവേ മണമുള്ള പൂവേ മധുചഷകം നിറയ്ക്കൂ പൂവേ മധുമാസത്തേരിൽ വരുമെന്റെ തോഴൻ മധുമാസത്തേരിൽ വരുമെന്റെ തോഴൻ മോഹങ്ങൾ വിൽക്കും രാജാതിരാജൻ മലർവാകപ്പൂവേ മണമുള്ള പൂവേ മധുചഷകം നിറയ്ക്കൂ പൂവേ മധുചഷകം നിറയ്ക്കൂ പൂവേ. എന്തായാലും തൃശ്ശൂരിന്റെ അഭിമാനം തന്നെയാണ്, ആ തൃശ്ശൂരിന്റെ അഭിമാനം കാക്കാൻ തന്നെയാണ് ഈ പെൺപുലികളും ഇത്തവണയും ഇറങ്ങിയിരിക്കുന്നത്.